തന്നെ വധിച്ചാൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഇറാനെ ആക്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ US വെടിനിർത്തൽ അവസാനിച്ചെന്നും ഡൊണാൾഡ് ട്രംപ് ഓർമ്മിപ്പിച്ചു. മുൻ ഉപാധികളോടെ ചർച്ചകൾ തുടരാനാവില്ല. ഹോർമുസിലെ തടസ്സങ്ങൾ അവസാനിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ശനിയാഴ്ച വരെ ഇറാന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇസ്രയേൽ ഇറാന്റെ ഇത്തരം ശ്രമങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗിക ഇന്റലിജൻസ് വിവരങ്ങൾ USനെ കൈമാറുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് തന്നെ വധിക്കാനുള്ള ശ്രമം നടപ്പിലാക്കിയാൽ ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി ഇറാന് നേരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നത്. No, I'm number one on the kill list for Iran. They're lovely people. I'm number one. So I don't know. I can't tell you that, but I don't really care because I'm doing my job and I'm doing it, I hope, better than anybody's ever done it. Because we have a country that's hot and really, really successful. But I mention it only because it's on the list. I mean, it came out. There was another list came out yesterday, and I'm number one on. I like being number one on TikTok better, but I'm number one on the list for killing. വെടിനിർത്തൽ അവസാനിച്ചെന്നും ഇറാന്റെ ആവശ്യത്തെ തുടർന്നുള്ള ചർച്ചകളാകാമെന്ന നിലപാടാണ് നേരത്തെ സമൂഹമാധ്യമത്തിൽ ട്രംപ് പങ്കുവച്ചത്. മുൻ ഉപാധികളോടെ ചർച്ചകൾ തുടരാനാവില്ലെന്നും US പ്രസിഡന്റ് വിശദീകരിക്കുന്നു. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും US നീക്കങ്ങൾ ആരംഭിച്ചു. നേരത്തെ എണ്ണ വിൽപ്പനയ്ക്ക് നൽകിയ അനുമതി US പിൻവലിച്ചിരുന്നു. ഇറാനും USും ഒപ്പുവെച്ച സമാധാന ധാരണ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമെന്ന് മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തറും ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.